ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൂ ചൂസ് ഹൂ ചലഞ്ച്. ഇത് ഈ ചൈനീസ് ബാച്ച് പോലത്തെ സാധനം എന്താണെന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ആരെ ചൂസ് ചെയ്യും. അതാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളിവിടെ നീമ്പോഴൊക്കെ വെച്ചിട്ടുണ്ട്. തല തിരിച്ച് എഴുതി വെച്ചേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. എൻ്റെ സെറ്റ് അവളുടെ വേറെ സെറ്റ്. അപ്പം പിന്നെ ഈ ബുക്കാണ് ഞങ്ങളുടെ മെയിൻ സാരം. ഇതിലാണ് ഞങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി. ബുക്ക് ഫുള്ളില്ലാട്ടാ, രണ്ടോ പേജിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, എന്നാലും ചലഞ്ചിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നുണ പറയാൻ അറിയുന്നത്? നുണ പറയാൻ കൂടുതൽ അറിയുന്നത് ആർക്കാണ്? ഓരോ കാര്യങ്ങൾ ഒപ്പിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ ഇവള് കഥ ഉണ്ടാക്കി പറയാനാണെങ്കിൽ ഇവള്, പക്ഷെ ഇല്ലാതെ അത് ഉണ്ടാക്കി പറയും ഇവള്. പിന്നെ കാര്യങ്ങൾ ആവശ്യ സാഹചര്യങ്ങളിൽ മാത്രം, എപ്പോഴൊന്നും ഇല്ലാട്ടോ. അതെ അത് അതങ്ങനെയാണ് ഞാനും. ശരി മാത്രം എല്ലപ്പം മാത്രം. അപ്പോൾ പിന്നെ അതിൽ കുഴപ്പമില്ല. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് ആർക്കാണ്? ധൈര്യമുള്ളത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ഐ ചൂസ് ഷീ. ഇവളാ മോങ്ങുന്നാളാ. എന്നെ കാരണം ഇവളുടെ അമ്മ ഇവളെ വീട്ടിൽ തന്നെ എത്തി പോകാറുണ്ട്. ഞങ്ങൾക്ക് അറിയാം പിന്നെ ഇവള് തന്നെ എത്തി പോവും. അപ്പോൾ പിന്നെ അവൾക്ക് പേടിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം. പക്ഷെ ഇവൾക്ക് ഭയങ്കര ശൈയാണ്. പുറത്ത് വീട്ടിലൊക്കെ തീമാവാൻ വീട് കഴിഞ്ഞാൽ മിക്കവാറും കൊല്ലം തന്നെ, അതൊക്കെ ഉറപ്പാണ്. ഇപ്പം തന്നെ കൊന്നു തുടങ്ങി. എന്തായാലും പറഞ്ഞില്ലേ കേൾപ്പിക്കും. അടുത്ത വീഡിയോ ജീവിതമുണ്ടെങ്കിൽ കാണാം എന്തായാലും നമുക്ക്. എന്തായാലും നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നതാണ് ഇവളെ തന്നെയാവും ബുക്ക്. കാരണം ഇവള് നല്ലോണം വാശി പിടിക്കേ. എനിക്ക് ഇവളെ അറിയ പോലും ഇല്ല അവളുടെ സ്വഭാവം. ഇവള് നല്ലോണം വാശി പിടിക്കുമായത്. പക്ഷെ വീട്ടിൽ ഇവൾക്ക് അറിയാത്ത ഒരാളും കൂടി ഉണ്ട് വാശി പിടിക്കുന്നത്. എനിക്കറിയാം, ചെറുതായിട്ട് വാശി പിടിക്കുള്ളൂ എന്നറിയാം. ഇവള് പറയുന്നത് ചെറുതായിട്ടോ 9 മണിക്ക് വല്ലപ്പോഴൊക്കെ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ടൊന്നല്ല, 9 മണിക്ക് തുടങ്ങിയാൽ 12 മണി വരെ ഉണ്ടാവും. തീയില്ല, മേടിച്ചു കൊടുക്കണമായിരുന്നു. എക്സാക്ട്ലി ദാറ്റ്. ഞാൻ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് മതിയാവും, അപ്പം ഞാൻ നിർത്തും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീട്ടുവിശേഷങ്ങൾ പറഞ്ഞ പോലെ കുറേ നേരം പെട്ടെന്നാവട്ടെ. അച്ഛനെങ്കിൽ 3 മിനിറ്റ്. കൂടുതൽ ഒരുങ്ങാൻ നേരമുള്ളത് ആൾക്കാർ, ഒരുങ്ങാൻ ടൈമുള്ളത്. 3 പേരും ഒരുമിച്ചാണ് മിക്ക സ്ഥലത്തേക്കും പോകാറ്. പക്ഷെ കുറച്ചുകൂടി ലാഗ് അടിക്കല് ഇവളാണ്. ഇവളുണ്ടല്ലോ, ഇവളുടെ ചേട്ടനും കൂടി ഉള്ള കാര്യം സൺഡേ കാറ്റീസത്തിന് പോകണമായിരുന്നു. വെച്ചാൽ ക്രിസ്ത്യൻസിന് അറിയാതിരിക്കും എന്താണ് സൺഡേ കാറ്റീസം എന്താണെന്ന്. ഇല്ലെങ്കിൽ പറഞ്ഞു തരാണ്ട് ഒരു വ്ളോഗൊക്കെ ഇടാൻ നോക്കട്ടെ. അപ്പോൾ സൺഡേ കാറ്റീസത്തിനൊക്കെ അറിയാം. അറിയാതിരിക്കും. സൺഡേ കാറ്റീസത്തിന് പോകുമ്പോൾ അയ്യറിനുണ്ടല്ലോ, അവൾ 8:30 കറക്റ്റ് 8:30 അവിടെ എത്തണം. അവിടെ 8:29 അവൾ അങ്ങനെ എത്തുക. അങ്ങനെയല്ല ഞാൻ പറയാം. 8:30 എത്താണെങ്കിൽ 8:20 എനിക്കുന്ന ആൾക്കാർ ഇത്. അതെ എനിക്കറിയാം. ഞാൻ വന്ന് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാലേ ഇവള് വരുള്ളൂ. അതൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ എണീക്കും. എൻ്റെ ചേട്ടനെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് അമ്മയുടെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ചേട്ടനെ എനിക്ക് 8 മണിക്ക് ആകുമ്പോഴാണ് അവൻ പറയണ അവന് അത്ര നേരം മതി, നിങ്ങളെ പോലെ നേരമൊന്നും വേണ്ടാന്ന്. അവസാനം വേണ്ട, ഞങ്ങൾക്കാണ് നേരം വേണ്ടത്. ഞാൻ എന്തായാലും ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഞാൻ തന്നെ ഇരിക്കും.
പിന്നെ ഇവള് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പം ഇവിടെ മറ്റേ അവളിങ്ങനെ ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാനായിട്ട് ഇവള് ലിപ് ലൈനർ കൊണ്ട് വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടൊക്കെ അവൾ വരുള്ളൂ. പിന്നെ ബ്ലഷ് ഇടുമ്പോൾ ഇവൾക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ആദ്യം സ്പഞ്ച് ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ അവൾ ചെയ്യത്തുള്ളൂ. സോഫ്റ്റ് ക്രീമൊക്കെ ഇട്ടിട്ട് അവൾ ആദ്യം പോലെ വരത്തുള്ളൂ. ഞാൻ ഇത്രയൊന്നും ചെയ്യാറില്ല. മേക്കപ്പ് കുറച്ചധികം ഉണ്ട് അവൾക്ക്. കുർബാന ചെയ്യുന്നതിന് കുറെ മേക്കപ്പ് സെറ്റ് കിട്ടി. അതിന് വെറുതെ ഇരുന്ന് ഇപ്പൊ പകുതി നാശമായി തുടങ്ങി. ഒരു മേക്കപ്പ് സെറ്റ് പോയി, ഫുള്ള് കേടുവന്ന ഫംഗസ് പോയി. ഒരെണ്ണം ബാക്കിയുണ്ട്. അതെണ്ണം എന്തായാലും വെറുതെ കിട്ടുന്നതല്ലല്ലോ, നാശാക്കണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ വ്ളോഗിന് മാത്രം വേണ്ടി കളിക്കുന്നത് ആരാണ്? ഒരു കാര്യം പറയട്ടെ, ഇവളുടെ ടീഷർട്ടിന്റെ കളറാണ് ഇവൾ എഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് എൻ്റെ ഇതിന്റെ കളറാണ് യൂണിഫോം ഇട്ടിട്ടാ പോയി. അവള് ബ്ലൂ കളർ യൂണിഫോം ഇട്ട് പോയി. അയറിനോടൊരു സാമ്യമൊക്കെ ചെറുതായിട്ട്. അത് ഞങ്ങൾ ഇതാണ് പറയണ്ട. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഇവർക്കാണെങ്കിൽ വ്ളോഗ് ചെയ്യാൻ മടിയാണ്. ക്യാമറാമാൻ ആവാൻ ഞാൻ പറഞ്ഞാലും ഇവർ പറയും അവർ കളിക്കുമ്പോൾ അതിൻ്റെതായ ഇതിൽ കളിച്ചില്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ സംസാരിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ കളിക്കുന്ന വീഡിയോസ് ആകുമ്പോൾ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി കളിക്കണ പോലെയാവും. ഇതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാണ്ടോ എനിക്കറിയില്ല. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളൊരു ചൊവ്വയിലേക്കാണ് പോകുന്നത്. ആ പോകുമ്പോൾ കൂടെ കൂട്ടാൻ കഴിയുന്നത് ആരെയാണ്? ഓക്കെ, രണ്ടുപേരെ കൂട്ടാൻ പറ്റില്ല. ഞാനും ഒരൊറ്റ ഒരാൾ. ഇവളും രണ്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരാൾ. ഇവളുടെ ഉണ്ണീനെ കൊണ്ടുപോയി നമ്മൾ ഇവളുടെ ഉണ്ണീനെ നോക്കാനേ രണ്ടാളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കൊണ്ടുപോവാം, പക്ഷെ അയറിന് വേണമെങ്കിൽ കൊണ്ടുപോവാം ഇവളെ. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏജിലുള്ള ആൾക്കാരായ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വൈബാണ്. ഞങ്ങൾ ഒരേ മൈൻഡാണ്. സത്യം പറഞ്ഞാൽ എല്ലാതും ഞങ്ങൾ വോയിസും ചാലഞ്ച് ഞങ്ങൾ വീട്ടിൽ വെറുതെ കളിക്കുകയാണെങ്കിൽ പോലും ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഇവള് തൊട്ടുണ്ടാവാം, ഇവള് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തൊട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരേ മൈൻഡാണ്. യാശനെയും കൊണ്ടുപോകൊക്കെ ചെയ്യാം, പക്ഷെ ഇവളെ കൊണ്ടുപോയാലേ കുറച്ച് ബുദ്ധിയുള്ള ടീമൊക്കെ ആകുമ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് ആ ഒരു ലെവലിൽ നമ്മുടെ കൂടെ നിൽക്കും. ഇവളുടെ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയാം. ഈ വീഡിയോ എടുത്താൽ നമ്മളന്ന് ചെടി വെച്ചില്ലേ എന്നൊക്കെ പറയാം. ഈ വീടിൻ്റെ ഇടയിൽ അവനൊക്കെ പറയാം. ഉലകടിപ്പിക്കണ്ട, ഞാൻ അടുത്ത വീട്ടിൽ അതുകൊണ്ട് ഞങ്ങൾ ചിലത് ടു എന്നല്ലാട്ടോ, അത്രയും എനിക്ക് അറിഞ്ഞൂടാ. നമ്പർ എഴുതിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതൽ മേക്കപ്പ് ഇടുന്നത് ആരാണ്? അവൾ തന്നെയാണ് പൊക്ക. അവളുടെ കുറെ മേക്കപ്പ് സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഇടാൻ അറിയാം. പക്ഷെ അതിൻ്റെയൊക്കെ ഹാക്കുകൾ പല കറക്റ്റായിട്ട് വരണമെങ്കിൽ അറിയുന്ന ആൾ ഇവളാണ്. പക്ഷെ ഹാക്കുകളല്ലല്ലോ ഞാൻ ചോദിച്ചത്, മേക്കപ്പ് കൂടുതൽ ആരാണ് ഇടുന്നതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എന്തെങ്കിലും നോക്കി ചോദിക്കാം. ഒരു പട്ടി അടിക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം അവിടെ പേടിച്ച് കരയുന്നത് ആരാണ്? എക്സാക്ട്ലി. നല്ല പേടിയാണ് അവർക്ക്. നല്ല പേടിയാന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. പൂച്ചടുത്തേക്ക് വന്നാൽ ഒരാൾ വെറുതെ ഇരുന്ന് കരയും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ചൊറി വർത്താനം പറയുന്നതാണ്. ശരിയാണ്. ഞാൻ പിടിച്ച രാശിയാണ്. ബിക്കോസ് ഓഫ് നമ്മളൊരു കഥയോ അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും പ്രൊജക്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്നിട്ട് എന്നിട്ട് ചെയ്യണേ, ചെടി വയ്ക്കുക, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, അതിനോടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ മാത്രം വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനോട് എന്താണെന്ന് എനിക്ക് ഇത്ര നാളായിട്ട് ശരിക്കും അറിഞ്ഞോളൂ. അങ്ങനെ അവളെപ്പോഴും സംസാരിക്കും, ഒരു ബന്ധമില്ലാത്ത കാര്യം. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി ഒരു ചലഞ്ചും കൂടി, കുറേ ചലഞ്ചുകളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലമർത്തുക. ആൻഡ്